എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോൺസൺ. ഞാൻ ഏതാണ്ട് 20 വർഷമായിട്ട് യൂറോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും ഒരു മൂന്നാം മുന്നണി അല്ലെങ്കിൽ ഒരു പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി കടന്നു വരുന്നത് ഇപ്പോഴും നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പല വർഷങ്ങളായി പലർക്ക് അവസരങ്ങൾ കൊടുത്തു, പലതും മാറി മറിഞ്ഞു, നമ്മൾ പലതും കണ്ടു. പക്ഷെ നമുക്കൊക്കെ ഇമ്പോർട്ടൻ്റ് വികസനം എന്ന് പറയുന്നത്, നമ്മൾ എന്താണോ വികസനം എന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അത് തന്നെയാണോ വികസനം എന്നൊക്കെ ഉള്ളത്. കാരണം നമ്മളെപ്പോലെ ഒരുപാട് മലയാളികൾ ഈ പുറമേ വന്നത് ജോലി ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു വികസനത്തിന് രാഷ്ട്രീയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം അത് നമ്മളെ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് സഹായിക്കുമെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ മനസ്സിലേക്ക് ഞെട്ടിപ്പോകും. നമുക്ക് പലതും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കാണുമ്പോൾ പുതിയ തലമുറ ചെറുപ്പക്കാരുടെ ഒരു വലിയ ഒഴിഞ്ഞുപോക്കാണ്. നാട് വിട്ട് പോകുന്നുണ്ട്. ഇത് എത്രത്തോളം ഇപ്പോഴൊക്കെയാണ് കുറച്ചൊക്കെ നമ്മുടെ നാട്ടിലേക്ക് തോന്നുന്നത്, ആൾക്കാരെ സീരിയസ് ആയിട്ട് കാണുന്നത്. പക്ഷേ ഇതൊരു 8-10 വർഷമായിട്ട് ഈ ആൾക്കാർ ചെറുപ്പക്കാരുടെ ഒരു വലിയ നീണ്ട നേരെ പുറത്ത് രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല ഇവിടെ തിരിച്ചു വരുമോ, എങ്ങനെയാണ് മുന്നോട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്നുള്ള കാര്യം. ഇപ്പം ഞാൻ പോലും ഇപ്പം ഞങ്ങളുടെ കുടുംബങ്ങളിലാണെങ്കിലും എനിക്കറിയാവുന്ന പലരുടെ കുടുംബങ്ങളിലാണെങ്കിൽ പോലും കുടുംബങ്ങളിൽ ഇപ്പോഴും മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. അപ്പം രാഷ്ട്രീയക്കാരാണല്ലോ, അവർ ചിന്തിക്കേണ്ട കാര്യമാണ് അടുത്ത തലമുറ ഇവർക്ക് വോട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമൂഹം, ഇനിയിപ്പോൾ പുതിയൊരു തലമുറ അല്ലെങ്കിൽ രാജ്യം വികസിപ്പിക്കണം എല്ലാവരും പറയുന്നുണ്ട്, വികസനം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ഈ വികസനം ഉണ്ടാക്കണമെങ്കിൽ യുവതലമുറകളെ എങ്ങനെ നാട്ടിൽ പിടിച്ചു നിർത്താൻ പറ്റുന്നത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. രാഷ്ട്രീയക്കാരെ അവർ നല്ലൊരു ഞങ്ങളെപ്പോലെ ആൾക്കാർക്ക് തിരിച്ച് നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്യുകയോ, ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് ജീവിക്കാനോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വാർദ്ധക്യകാലത്തിൽ നാട്ടിൽ വന്ന് ഞങ്ങൾക്ക് സെറ്റിൽഡ് ആകാനുള്ള നിങ്ങൾ ഞങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനുള്ള സംഭവം ഒന്നും ചെയ്തു തരണം നാട്ടിലേക്ക്, മാത്രമേ ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ രാഷ്ട്രീയ മാറ്റം ഇത് നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എന്താ പറയുക ഒരു സംഭവമൊന്നുമല്ല. ആര് ഭരിക്കുന്നു എന്നല്ല, ഞങ്ങളെപ്പോലെ പ്രവാസികൾക്ക് എന്താണോ നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നത് അതാണ് ഇനി മുന്നോട്ട്. വ്യക്തിപരമായ അഭിപ്രായത്തിൽ രണ്ടും കുറേ കണ്ടതല്ലേ, അപ്പോൾ മൂന്നാമത്തെയും കൂടെയൊക്കെ ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കി നമുക്ക് നമ്മുടെ കേരളത്തിൽ വികസനം ഉണ്ടാകുമോ, ഞങ്ങളെപ്പോലെ പ്രവാസികൾക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചം ഉണ്ടാകുമോ എന്നൊക്കെ ഏതാനും കണ്ടിരിക്കാം. ഞാൻ ആൽഫി ആൻഡ്രൂസ്, കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി മണ്ഡലത്തിലെ ഒരു വ്യക്തിയാണ്. ഞാൻ നിലവിലിപ്പോൾ ജർമ്മനിയിലാണുള്ളത്. കോൺഗ്രസിൻ്റെ ഒരു അനുഭാവിയാണ് ഞാൻ. പുതുപ്പള്ളി മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിൽ ഉമ്മൻചാണ്ടി സാറായിരുന്നു പുതുപ്പള്ളി മണ്ഡലത്തിലെ MLA. അദ്ദേഹത്തിന് കാലശേഷം മകൻ ചാണ്ടിയുമ്പനാണ് ആ സ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നത്. വളരെയധികം നല്ല ഒരു ഭരണം സംവിധാനം കാഴ്ചവെച്ച വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. കേരളത്തിലൊരു ഭരണമാറ്റം അത്യാവശ്യമാണ്. BJPക്കാണെങ്കിൽ പോലും ജനങ്ങൾ മാറി ചിന്തിച്ച് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരൊക്കെ സീറ്റുകൾ കൊടുത്തുവെങ്കിൽ പോലും ഈ പറയുന്നത് പോലെയുള്ള ഒരു മാറ്റങ്ങൾ ഒന്നും സാധിച്ചില്ല. പുതുപ്പള്ളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ് ഉള്ള ഒരു അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളുമാണ് നടക്കുന്നത്. എങ്കിൽ പോലും ചാണ്ടിയുമ്പനാണ് അവിടെ വിജയം എന്നുള്ള കാര്യത്തിൽ 100% നമുക്ക് ഉറപ്പാണ്. നമസ്കാരം, എൻ്റെ പേര് എബിൻ. ഞാൻ ജർമ്മനിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 5 വർഷത്തോളമായി ഞാൻ ജർമ്മനിയിലെത്തിയിട്ട്. ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് ഇവിടെ എത്തിയത്. ഞാൻ നാട്ടിൽ ഓൾറെഡി ഒരു PG ഒക്കെ കഴിഞ്ഞ് ഞാൻ ജോലിയൊക്കെ അന്വേഷിച്ചു. ജോലി എനിക്ക് കിട്ടുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു സാഹചര്യമുണ്ടല്ലോ, നാട്ടിലെ ശമ്പളമില്ല. അതായത് നമ്മൾ പഠിച്ചതിൻ്റെ ആ ഒരു രീതിയിലുള്ള ശമ്പളമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് മൊത്തത്തിൽ മനസ്സിന് തന്നെ നമുക്ക് മടുപ്പ് തോന്നുന്നൊരവസ്ഥ വരും. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ഒരു ചിന്ത വെച്ച് നമ്മുടെ പ്രവാസി ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നമുക്ക് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ലിബറലായിട്ട് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിരുന്നൊരു മുഖ്യമന്ത്രിയാണ്. പക്ഷേ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അങ്ങനെയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ ന്യൂസ് റിപ്പോർട്ടർമാർക്ക് വരെ ഒരു ഭയം തോന്നുന്ന രീതി, അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഇറങ്ങിപ്പോകുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മളിപ്പോൾ കാണുകയാണ്. ഈ കോൺഗ്രസിനോടുള്ള അല്ലെങ്കിൽ നമ്മുടെ വർഗീയതയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇത്തവണ BJP 0 അക്കൗണ്ട് തന്നെ തുറക്കും. അതായത് ഒരു അക്കൗണ്ട് പോലും തുറക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇത്തവണ ടീം UDF ഒരു 85-നും 100-നും ഇടയിലുള്ള സീറ്റുകൾ നേടി അധികാരത്തിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പേര് രജനീഷ്. തൊടുപുഴ നിയോജകമണ്ഡലത്തിലെ ഒരു പ്രവാസിയാണ് ഞാൻ.
എൻ്റെ വ്യക്തിപരമായ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് LDF വോട്ട് ചെയ്യണമെന്നാണ്. കാരണം പറഞ്ഞില്ല, പ്രത്യക്ഷത്തിൽ 10 വർഷമായിട്ട് മുടങ്ങാതെ കറണ്ടും നല്ല റോഡും നിലവിൽ കാണുന്നുണ്ട്. അത് തന്നെ നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് തുടർന്ന് LDF വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ആര് ഭരണത്തിൽ വന്നാലും വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ കേരളം മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. അതിന് ഇപ്പോൾ പുതിയതായിട്ട് വന്ന കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും അവരെ പ്രകടന പത്രികയിൽ യാതൊരുവിധ ഇതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞിട്ടില്ലെന്നുള്ളത് ദുഃഖകരമായ സത്യമാണ്. അതിന് എല്ലാവരും ഒന്ന് കണ്ണു തുറക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹിക്കുന്നുള്ളൂ. ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം UDF 100 സീറ്റുകൾ മുകളിൽ നേടി അധികാരത്തിൽ വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ LDFൻ്റെ വികസന തട്ടിപ്പ് അത് തുറന്നു കാണിക്കാൻ UDFന് മാത്രമേ സാധിച്ചുള്ളൂ. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ശബരിമല കൊള്ളക്കേസ് അതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ നല്ല കാര്യങ്ങളല്ലാതെ ഒരു മോശമായ ഒരു കാര്യങ്ങളും പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതിന് കാരണം മാധ്യമങ്ങളെ അവർ വിലക്കെടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ഒരു BJP CPMൻ്റെ ഒരു അന്തർധാര ബന്ധമില്ലെങ്കിൽ തീർച്ചയായിട്ടും 100 സീറ്റിന് മുകളിൽ പോയി UDF സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പല കാരണങ്ങൾ കൊണ്ടും ആ സമയത്തൊന്നും നമുക്ക് നാട്ടിലുണ്ടാകാൻ പറ്റിയിട്ടില്ല. ജോലി സംബന്ധമായിട്ടാണെങ്കിലും അതിനുള്ള ഒരു അവധി കിട്ടുകയോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പം നേഴ്സായിട്ട് ആണെങ്കിൽ ജോലി ചെയ്തെങ്കിലും നമ്മൾ പുറത്തായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന നേഴ്സുമാരുടെ സമരം അതൊരു വല്ലാത്തൊരു വെല്ലുവിളിയാണ്. ഉയർന്ന ശമ്പളം കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇനി വരുന്ന സർക്കാരിൽ അത് പ്രതീക്ഷ ഞാൻ അർപ്പിക്കുന്നു. ഏത് പാർട്ടി ആയിക്കോട്ടെ, അത് LDF ആയാലും UDF ആയാലും ഏത് പാർട്ടിയാണെങ്കിലും ഈ ഒരു സമരത്തെ അനുകൂലിക്കുകയും അവർക്ക് വരുന്ന തലമുറയ്ക്ക് നാട്ടിൽ ജീവിക്കാനും ഈ നേഴ്സിംഗ് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അവിടെ ജീവിക്കുവാനും വോട്ട് രേഖപ്പെടുത്താനുള്ള സാഹചര്യം ഇനി വരുന്ന LDF അല്ലെങ്കിൽ UDF ആണെങ്കിൽ അത് അവർക്ക് നേടിക്കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി എങ്ങോട്ട്? ആരുടെ കൈകളിൽ? കേരളം ഇനി ഇടത്തേക്കോ അതോ വലത്തേക്കോ? അതോ അതിനിടയിൽ താമര വിരിയുമോ? വിരിഞ്ഞാൽ തന്നെ എത്ര താമരകൾ വിരിയും? കേരളത്തെ ഇനി ആര് നയിക്കും? കേരളം പുരോഗതിയിലേക്കോ അതോ അഴിമതിയിലേക്കോ? കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ ഓരോ വിദേശ മലയാളികൾ വന്നിറങ്ങുമ്പോഴും അഭിവൃദ്ധിയുള്ള ഒരു കേരളം, സന്തോഷമുള്ള ഒരു കേരളം, അത് കാണുവാൻ ഓരോ പ്രവാസി മലയാളികൾക്കും കഴിയണം. അതാണ് വിദേശത്തിരിക്കുന്ന ഓരോ പ്രവാസി മലയാളികളും ആഗ്രഹിക്കുന്നത്. അത് ഉത്തരവാദിത്തോടെ ഓരോ വോട്ടർമാരും കൃത്യതയോടെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുമെന്നുള്ള വിശ്വാസത്തിൽ